Hi friends, welcome back to our channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബട്ടർസ്കോച്ച് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഒരുപാട് പ്രൊസീജിയർ അടങ്ങിയിട്ടുള്ള ഒരു കേക്ക് ആണ് ട്ടോ ഇത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ 3/4 കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ആദ്യം ഹാഫ് കപ്പും പിന്നെ 1/4 കപ്പ് ഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 2-3 തവണ അരിച്ചെടുക്കുകയോ അതല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയോ ചെയ്ത് ഫ്ലോർ മിക്സ് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചതും 1/2 കപ്പ് ഷുഗറും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് ബീറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ എഗ് മിക്സ് നല്ല പോലെ തന്നെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൈഗറിൻ്റെ ബട്ടർസ്കോച്ച് എസൻസ് ഒരു 2 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ എഗ് ബാറ്ററിന് നല്ലൊരു സ്മെല്ലും ഒരു കളർ ചേഞ്ചും വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നേരത്തെ മാറ്റി വെച്ച ഫ്ലോർ മിക്സ് കുറച്ചായി ചേർത്ത് കൊടുത്ത് വളരെ സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഫ്ലോറിന്റെ കൂടെ 1/4 കപ്പ് മിൽക്കും കൂടെ ഇടവിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാ ഫ്ലോറും ചേർത്ത് കൊടുത്ത് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 6 ഇഞ്ചിൻ്റെ മോൾഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി 10 മിനിറ്റ് സിം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മോൾഡ് ഇറക്കി വെച്ച് ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടർസ്കോച്ച് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് 3 ലെയറായി കട്ട് ചെയ്ത ശേഷം മാറ്റി വെക്കാം. ഇനി കേക്കിലേക്കുള്ള പ്രളൈൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആൽമണ്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ കാഷ്യൂ നട്ട്സ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി 1/2 കപ്പ് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. കാരമലൈസ് ചെയ്യുമ്പോൾ അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു കയ്പ്പ് രുചിയാണ് വരിക. അപ്പോൾ നമ്മുടെ ഷുഗർ കാരമലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 25 ഗ്രാം സാൾട്ടഡ് ബട്ടറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ആൽമണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാർച്ച്മെന്റ് പേപ്പറിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പറാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നാലേ വേഗം റിമൂവ് ആയി കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി കാരമൽ സോസ് തയ്യാറാക്കാം. 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇത് കാരമലായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 25 ഗ്രാം സാൾട്ടഡ് ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/3 കപ്പ് ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ക്രീം ചേർക്കുമ്പോൾ കാരമലൈസ് ഒന്ന് കട്ടായിട്ട് വരും. അത് കുഴപ്പമില്ല. നമ്മൾ കൈവിടാതെ ഇളക്കുമ്പോൾ അത് താനെ മെൽറ്റ് ആയിക്കോളും കേട്ടോ. കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി കേക്കിലേക്കുള്ള ക്രീം റെഡിയാക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ഐസിങ് ഷുഗറും കൂടെ ഇടവിട്ട് ചേർത്ത് കൊടുത്ത് സ്റ്റിഫ് ആകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ക്രീം നല്ലപോലെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ടൈഗറിൻ്റെ ബട്ടർസ്കോച്ച് എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ബീറ്റർ ഓഫ് ചെയ്യാം. നേരത്തെ റെഡിയാക്കി വെച്ച പ്രലൈൻ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്ത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ക്രീമിൻ്റെ മുകളിലായിട്ട്
കാരമൽ സോസും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നേരത്തെ പൊടിച്ച് വെച്ച പ്രളീനും കൂടെ ഇട്ട് കൊടുക്കാം. സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഈ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശേഷം കാരമൽ സോസും പ്രളീനും കൂടെ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രീം കോട്ട് ചെയ്തെടുക്കണം. ഇനി ക്രീം കോട്ട് ചെയ്ത കേക്ക് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കാം. ഇനി പേപ്പർ ഉപയോഗിച്ച് കേക്കിന്റെ സൈഡ് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുക. ഈ കേക്കിന്റെ എഡ്ജൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കാണ്. നേരത്തെ തയ്യാറാക്കി വെച്ച കാരമൽ സോസ് കേക്കിന്റെ 4 സൈഡിലുമായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാണ്. ഈ ഒരു ഷെൽ നോസിൽ ഉപയോഗിച്ച് കേക്കിന് ഈ ഒരു ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കേക്കിന്റെ സെന്ററിലായിട്ട് കാരമൽ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.